എന്താടി മനുഷ്യ തെണ്ണി ഛർദിക്കുന്നു. അത് രാവിലെ തന്നെ കപ്പ കഴിച്ചിട്ട് ഗ്യാസ് കയറിയതായിരിക്കും. കപ്പക്ക് ഇത്രയും ഗ്യാസോ? ആശുപത്രി പോണോടി? വേണ്ട, ആളിപ്പ വരും. ആര്? ആരാടി വരുന്നേ? അത് അതാരാ? നേരെ നിക്കടാ. കൊച്ചിരാണിയെ വിളിക്കേ. എന്നാത്തിനാ വിളിക്കേ? എന്നെ ചക്കാട്ടമ്മ എല്ലാരും കൂടെ എന്നാടാ കാര്യം പറ. അത് നിങ്ങളെ ഞാൻ തല്ലത്തില്ലെന്ന് പണ്ടേ പറയുമായിരുന്നില്ലേ. കാരണം എന്നായാലും നിങ്ങൾ എന്റെ അമ്മായച്ചനാവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അമ്മായിയച്ഛനാ? ആരുടെ അമ്മായിയച്ഛൻ? എന്റെ. ഇറങ്ങി പോടാ. ചക്കാട്ടമ്മേ, മോനെ വിളിച്ചോണ്ട് പോ. അപ്പാ, അവരെ എങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. അപ്പനും അമ്മച്ചി എന്നോട് ക്ഷമിക്കണം. ഞാൻ ഛർദിച്ചത് ഗ്യാസ് കയറിയിട്ടല്ല. കൊച്ചുറാണി എന്തായാലും അപ്പനില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പള്ളിയിൽ അച്ഛനോടും ഇടവക്കാരോടും എന്നാ സമാധാനം പറയൂ എന്റെ കർത്താവേ. എന്റെ അച്ചായോ, എത്ര നാളായിട്ട് ഈ വീടും പറമ്പും വിൽക്കാൻ ആളെ നോക്കി നടക്കുന്നു. വല്ലോ നടന്നോ? ഇതും കർത്താവിന്റെ ഒരു തീരുമാനമായിരിക്കും. ഇനി ആ വേലിയും കൂടെ എടുത്ത് മാറ്റി കളഞ്ഞാൽ ഒറ്റ വീടും ഒറ്റ മുറ്റമായിട്ട് നമുക്കിവിടെ ഹാപ്പി ആയിട്ട് കഴിയാം. എന്നാലും എന്റെ ചക്കാട്ടമ്മേ, ഈ ജാതി മതമൊന്നും നോക്കാതെ. ശോശാമ്മേ, ഒരേ മുറ്റത്ത് ഒന്നിച്ച് കളച്ചു വളർന്നവരാ ഇവരെ. ഇവനെ നിങ്ങൾക്കും അറിയാം, ഇവളെ എനിക്കും അറിയാം. അതിലും വലുതായിട്ട് ഇനി എന്ത് ജാതി മതവും നോക്കാനാ? എന്നാ മോനെ, ദാണ്ടിത് അവളുടെ കഴുത്തേലോട്ടൊന്ന് കെട്ടിക്കേ. വലതുകാലി വെച്ച് അകത്തോട്ട് കയറിക്കോ. ഇനിയിപ്പോ ഇവന് അങ്ങോട്ട് വിടണ്ട. അവിടെ ആള് കൂടിയത് കൊണ്ട് കിടക്കാൻ സ്ഥലവും ഇല്ല, മുറിയില്ല. ഇനിയിപ്പോ ഇതെല്ലാം അവന്റെയും കൂടെ ആണല്ലോ. ഇപ്പൊ സമയം കളയണ്ട, അകത്തോട്ട് കയറിക്കോളൂ. ചെല്, സ്വന്തം വീട് പോലെ കരുതിക്കോണേ. ശോശാമ്മേ, അവന് കരിമീൻ വലിയ ഇഷ്ടമാ. എനിക്കറിയാം, മുളകിട്ട കറിയല്ലേ. അത് തന്നെ. ഉച്ച തിരിഞ്ഞ് രണ്ടിനെയും വിരുന്നിന് അങ്ങോട്ട് വിട്ടേക്കണം. അത് തന്നെ. ഞങ്ങള് പോവാ. വാ മദറേ, ആ കാര്യം ഓക്കെ. ടാറ്റാ. ആകെ നാണക്കേടായി. ആ ഗോപന്റെയും ചക്കാട്ടമ്മയുടെയും മുമ്പിൽ നിന്ന് ഞാൻ ഉരുകി. എല്ലാത്തിനും കാരണം നിങ്ങളുടെ കുരുട്ട് ബുദ്ധിയാ. ഞാൻ ഇനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മൾ പ്രേമത്തിലാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ നിന്റെ അപ്പൻ കപ്പ്യാരോട് പറഞ്ഞ അങ്ങേ രാജത്തെ കുറിച്ചാവും. പിന്നെ നിന്റെ അമ്മച്ചിയുടെ നാക്കേ മൈക്ക് സെറ്റ് വെച്ച് പോലാവും. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗേ ഉള്ളൂ, വ്യാജഗർഭം. ഇന്ന് നമ്മുടെ ആദ്യ പകല. അതൊക്കെ എവിടെ നിക്കട്ടെ, അതിനു മുമ്പ് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. എന്ത്? ജലജ ചേച്ചി, രമണി ചേച്ചിയൊക്കെ അവരുടെ ഭർത്താക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്റെ തലയെ കൈവച്ച് ഇനി തല്ലുണ്ടാക്കാനും കൊള്ളരുതായ്മകൾ ചെയ്യാനും പോകത്തില്ല എന്ന് സത്യം ചെയ്യും. സത്യം. കുര്യച്ചൻ മുതലാളി, നമസ്കാരം. ഇയാൾ എന്തുണ്ടാക്കാനോ മാനേജറാണെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്നാ പറ്റി? കുര്യച്ചൻ ഇരിക്ക്. ഇരുന്നുണ്ടോറങ്ങാനൊന്നും വന്നൊന്നുമല്ല. ആ ഗോവന്റെ ബോട്ടി എത്തിയ നേരം എന്തായി? അത് കുര്യച്ച, ഇയാൾ ഇനിയൊന്നും പറയണ്ട. നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങേണ്ട നാളെ കുറയായി. ഇനിയിപ്പോ നാളെ നോക്കണ്ട, ഇന്ന് ജപ്തി ചെയ്തിരിക്കണം. കാശടച്ച ആളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്താ? ഇന്ന് രാവിലെ അവൻ കാശടച്ചു. ഗോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം. അത് കെട്ടുപോകരുതെന്നും പറഞ്ഞ് രമണിച്ചേടത്തിയും ജലജച്ചേടത്തിയും കൈ കിടന്ന വളയും മാലയും ഊരി തന്നൊരു പറച്ചില. വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കാൻ. എടാ, ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ. നാളെ കാണാം. ജോക്കർ ജോസ് പാൻഡേ കയറിയോ? അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. അവനിപ്പോ ഇവിടുത്തെ 10 രൂപയുടെ കളിയൊന്നും പോരാന്ന്. 1000 രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്തു നിൽക്കുക. അവസാനം നിക്കറും കയറിയേ വരൂ. എന്താ അവന്റെ ഗെറ്റപ്പ്? നിന്റെ കാശ് പോക്കാ. വാടാ ഗോപ.
ചന്ദ്രേട്ടാ മാമച്ചൻ എന്തോ ഉറപ്പിച്ചിട്ടുള്ള പോക്ക. ഹലോ, എങ്ങോട്ടാ? നിന്നോട് പറയേണ്ട കാര്യമില്ല. വേണ്ട, പക്ഷെ വിസയുടെ ബാലൻസ് 10,000 രൂപ എനിക്ക് തിരിച്ചു തരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും. ഏത് 10,000? നീയും എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല, നിനക്കൊന്നും തരാനുമില്ല. അത് ശരി. അങ്ങോട്ട് 5 ജോക്കറോ ആളെ പറ്റിക്കാനായിട്ട്? എടാ അത് 12,000 ഉണ്ട്, നിനക്ക് 10 തരാനുള്ളൂ. അപ്പൊ നിനക്ക് കറക്റ്റ് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ? എടാ എന്റെ 2,000 അത് പലിശ 5-6 മാസം ആയല്ലോ. ആൾക്കാരെ പറ്റിക്കാനായിട്ട് നീ ആരടാ? നിന്നെ ഇടിച്ച് ഞാൻ കൊന്നുകളയും. എഴുന്നേറ്റ് പോടാ. കായലിൽ നിന്ന് മീൻ പിടിക്കാൻ നിന്റെ പെർമിഷൻ വേണം. ഞാൻ ഇവിടെ മീൻ പിടിക്കുകയല്ലേ. ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ. അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി. ഇവനൊക്കെ വെടിവെച്ച് കൊല്ലണം. എന്റെ ഫോണ്. ഹലോ, ആണോ? ശരി 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 ശരി. എടാ, നിന്റെ ഭാര്യയുടെ വിസ റെഡി. എറണാകുളം ട്രാവൽസ് ചെയ്യുന്ന വിളിച്ചത്. ജയശ്രീയുടെ വിസ റെഡിയെന്ന്. ഇനി കാശ് കൊടുക്കുക, പറക്കുക. ഗോപു ചെക്കാൻ നറുക്കെടുപ്പ്. നിന്റെ ബെസ്റ്റ് ടൈമാ. വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്തോ, ചിലപ്പോ അടിച്ചാലോ. ഇനി മുന്നേ നിന്നെ ഞാൻ അടിക്കും.